നമസ്കാരം. കുഴിമന്തി ഇക്കാൻ ഇന്നലെ വാല് പൊക്കിയത് എന്തിനാണ് എന്നതിന്റെ തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. നാടകീയമായ സംഭവങ്ങളല്ലായിരുന്നു. ചേലക്കരയിൽ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം, അതായത് നിശബ്ദ പ്രചരണത്തിനിടെ കുറേയേറെ വെളിപ്പെടുത്തലുകൾ നടത്താൻ പോകുന്നു എന്ന ഒരു കപട നാടകവുമായി വന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു കള്ളപ്പണ ഇടപാടിനെ ന്യായീകരിക്കാനാണ്. ഇപ്പോ കുഴിമന്തിയുടെ പ്രധാന ജോലി സ്വർണ്ണക്കടത്ത്, സ്വർണ്ണ പൊട്ടിപ്പ്, അല്ലെങ്കിൽ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടവരെല്ലാം വെള്ളപൂശുക എന്നുള്ളതാണല്ലോ. അങ്ങനെ വെള്ളപൂശാൻ വേണ്ടിയാണ് ചേലക്കരയിലെ കള്ളപ്പണം മുഹമ്മദ് റിയാസിൻ്റെതാണെന്ന് പറയണം. ആര് പറയണം? എല്ലില്ലാത്ത നാവുള്ള കുഴിമന്തി ഇക്കാനെ കൊണ്ട് പറയിക്കാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. ആര്? സ്വാഭാവികമായിട്ട് ആരായിരിക്കും? ചേലക്കരയിലൊക്കെ ബാക്ക് ഫുട്ടിൽ നിൽക്കുകയാണ്, ഫ്രണ്ട് ഫുട്ടിലോട്ട് വരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നേരിട്ട് ഫൈറ്റ് ചെയ്യില്ല, വ്യാജത്തരങ്ങൾ വേണം. അങ്ങനെയാണ് ദേ ഇങ്ങനെ ആ വിവാദ വാർത്താ സമ്മേളനത്തിനിടെ ഇലക്ഷൻ കമ്മീഷൻ അധികൃതർ വന്നിട്ട് ഇത് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്, പരസ്യമായി വാർത്താ സമ്മേളനം നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ മൂരി വാലുപൊക്കി നിന്നത് ദേ ഈ ദുരുദ്ദേശത്തിലാണ്. അതിനെ ഈ പ്രപഞ്ചത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വിശ്വാസമുള്ള പടച്ചോൻ തന്നെ ചതിച്ചു എന്ന് വേണം പറയാൻ. കേട്ടല്ലോ, വാർത്താ സമ്മേളനത്തിന്റെ നാടകീയതകൾ എല്ലാവരും കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാൽ പോലും കേൾക്കില്ല. അമ്പർ കുഴിമന്തിയെ പോലെയാണ്. അങ്ങ് വേവാൻ തുടങ്ങിയ വെന്ത് വെണ്ണീറായ പിന്നെ തിരിച്ചു മാറത്തുള്ളൂ. അതാണ് ശൈലി. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ ആ കുഴിമന്തി ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ ചേലക്കരയിൽ നിന്ന് പിടികൂടിയ കള്ളപ്പണം അത് സതീശന്റെ കള്ളപ്പണമല്ല, അത് റിയാസിന്റേതാണെന്ന് പറയണം. ഒരു SMS അയക്കുകയാണ്. ആര്? സ്വാഭാവികമായിട്ടും ഒരു മെസ്സേജ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ഈ ദൂത് വരുന്നത്. പക്ഷെ ആ ഉടുപ്പിൽ കുത്തിയിരുന്ന പടച്ചോൻ ഉണ്ടല്ലോ, ഏത്? ഇതുപോലൊരു പടച്ചോൻ ആ ഉടുപ്പിലിരുന്നു. ആ ഉടുപ്പിലിരുന്ന പടച്ചോൻ അങ്ങ് ചതിച്ചു. ആ ഓഡിയോ കൃത്യമായി ക്യാച്ച് ചെയ്ത് നാട്ടുകാരെ കേൾപ്പിച്ചു. റിയാസിന്റേതെന്ന് ആ പണം പറയണേ എന്ന് ആ ഓഡിയോയിൽ പറയുന്നത് വളരെ വ്യക്തമായി കേൾക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചില ദുരാരോപണങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് നേരിട്ട് നമ്മൾ ചെയ്യും, കൈയോടെ പിടിക്കപ്പെടും. പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം? അതിനെ വഴിതിരിച്ചു വിടാൻ ചില വായ്പോയ കോടാലികളെ ഉപയോഗിക്കും. ആ വായ്പോയ കോടാലിയാണ് കുഴിമന്തി എന്ന് ഇന്നലെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഈ ഒരു ഓഡിയോ മാത്രം മതിയല്ലോ ഇത്രയും ദിവസത്തെ കുഴൽപ്പണം, സ്പിരിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടി ചുരുളഴിയാൻ. കാര്യം, ഞങ്ങളുടേതല്ലാത്ത പണം മറ്റൊരാളുടെ പേരിലേക്ക് ആരോപണം ഉന്നയിക്കുന്നു എന്ന് ഒരു ദൂതൻ മുഖേന മെസ്സേജ് കിട്ടി. അത് ഈ വായ്പോയ കോടാലിയുടെ അടുത്ത് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സ്ക്രിപ്റ്റ് ഇല്ലേ? ആ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണെന്ന് അന്വേഷിക്കണ്ടേ? സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആരാണ് പിന്നിലുള്ളത്? ആരാണ് ഇതിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം വായ്ത്താരി ഇടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിന്റെ പിന്നിൽ ആ തലമുടിയില്ലാത്ത മൊട്ടയുടെ ഐഡിയ ആണ്. ഇങ്ങനെ ഒരു നാടകം കളിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം, കുഴൽപ്പണം, സ്പിരിറ്റ് തുടങ്ങിയ ആരോപണങ്ങൾ അത് വഴിതിരിക്കാനുള്ള പരിശ്രമം നടന്നിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇന്നലെ ഈ നാടകീയ വാർത്താ സമ്മേളനത്തിന് വേണ്ടി അവസരമൊരുക്കിയത്. പലതരത്തിലുള്ള വായ്ത്താരികൾ ഇട്ടതിന് ശേഷം ഏറ്റവും ഒടുവിൽ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം മുഹമ്മദ് റിയാസിന്റെ തലയിലോട്ട് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളിൽ വാർത്താ പ്രാധാന്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയുടെ പേര് വേണമല്ലോ. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗത്താകുമ്പോൾ പിണറായി വിജയനുമായിട്ട് ബന്ധമുണ്ട് എന്ന നിലയ്ക്ക് ഒരു മുസ്ലിം നാമധാരിയാകുമ്പോൾ അത് കയറി ഒന്ന് വാർത്താ മാധ്യമങ്ങളിൽ കത്തും. കാര്യം, അതിനകത്തുള്ള സംഘപരിവാറുകാർക്ക് പ്രത്യേക താല്പര്യമുണ്ടല്ലോ ആ വാർത്തയെ കത്തിച്ചെടുക്കാൻ. അതിനുവേണ്ടി നടത്തിയ നാടകമാണെന്ന് ഈ ഓഡിയോ തെളിയിക്കുന്നില്ലേ? ഒന്നുകൂടി വളരെ സ്പഷ്ടമായിട്ടൊന്ന് കേട്ടെ.
അൻവറിന്റെ വാക്കുകളിലേക്ക് ഓക്കെ അല്ലേ? ഇപ്പോ മനസ്സിലായോ? മൂരി വാല് പൊക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? അത് ഇനി സംശയമില്ലാത്തൊരു കാര്യമാണ്. കുഴിമന്തിയുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ ഇടം തേടാൻ വേണ്ടി എന്ത് തരം കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു സംഭവമാണ്, ഞാൻ പറഞ്ഞാൽ നാട്ടുകാരെല്ലാം കേൾക്കുന്നുണ്ട് എന്ന് പഴയ PC ജോർജ് മനോഭാവത്തിൽ നടന്ന് ഇങ്ങനെ വായ്ത്താരിയിടുകയാണ്. അതുകൊണ്ട് ഈ മൂരി നടത്തിയിരിക്കുന്ന ആ സംഭാഷണം പടച്ചോൻ തന്നെ ചതിച്ച് പുറത്തേക്ക് എത്തുമ്പോൾ മൂരിയോടൊപ്പം പടച്ചോൻ പോലും ഇല്ല എന്ന് തെളിയിക്കുകയാണ്. പടച്ചോൻ എന്റെ ബലമാണെന്നൊക്കെ പറയുമ്പോൾ പടച്ചോൻ തന്നെ 8ന്റെ പണി കൊടുത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ അപകീർത്തിപ്പെടുത്താനുള്ള പരിശ്രമം പടച്ചോൻ തന്നെ പൊളിച്ചടുക്കി കൈ കൊടുക്കുമ്പോൾ എന്താണ് ഈ കൃത്രിമമെന്നും എന്താണ് സ്വർണ്ണക്കടത്തിന് വേണ്ടി ഇദ്ദേഹം വല്ലാതെ വിഷമിക്കുന്നതെന്നും കള്ളപ്പണക്കാർക്ക് വേണ്ടി വിഷമിക്കുന്നതെന്നും എയർപോർട്ട് വഴിയുള്ള സ്വർണ്ണ യഥേഷ്ടം കടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിന് പിന്നിൽ എന്താണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ കുഴൽപ്പണത്തിന്റെ കാര്യം കൂടി അദ്ദേഹം ഒരു വഴിതിരിപ്പിന് പരിശ്രമിക്കുകയും അത് പൊളിഞ്ഞെടുക്കുമ്പോഴും കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമാകുന്നുണ്ട്. UDFന്റെ പലതരത്തിലുള്ള വ്യാജ സ്ക്രിപ്റ്റുകൾക്ക് ഒരു വായ്പോയ കോടാലിയിലൂടെ നമ്മൾ മറുപടി പറയിച്ചു കഴിഞ്ഞാൽ മുൻപ് PC ജോർജ് വിളിച്ചു കൂവിക്കൊണ്ട് നടന്നതുപോലെ ഇപ്പോ PC ജോർജ് രണ്ടാമനായിട്ടുള്ള ഈ വായ്പോയ കോടാലി പറഞ്ഞാൽ ജനം വിശ്വസിക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലും ഞങ്ങളല്ല പറഞ്ഞത്, അവരോടൊപ്പം നിന്ന് ഒരാൾ തന്നെ വിളിച്ചു പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കണ്ടേ എന്നൊരു ആംഗിളിലേക്ക് ഇതിനെ വഴിതിരിക്കാൻ വേണ്ടി ചെയ്ത നാടകമാണ് ഉടുപ്പത്തിരുന്ന പടച്ചോൻ ചതിച്ച് പുറത്തു വന്നതെന്ന് പറയേണ്ടി വരികയാണ്.